ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പോൾ ഓണപരീക്ഷയാണ് അല്ലേ? ഓണപരീക്ഷയ്ക്ക് കുറച്ച് മാതൃക ചോദ്യങ്ങൾ ടീച്ചർ അങ്ങ് പറഞ്ഞു തന്നാലോ? മലയാളമാണ്, ഇന്റഗ്രേഷൻ ആണ്. അപ്പോൾ ഇന്റഗ്രേഷനിലെ ഈ ചോദ്യങ്ങൾ നിങ്ങളൊന്ന് പരിചയപ്പെടേണ്ടതാണ് കേട്ടോ. ഒന്നുമില്ല, പരീക്ഷയ്ക്ക് ഇതാ ചിത്രത്തിന് നിറം നൽകിയതിന് ശേഷം ചിത്രത്തിൽ കാണുന്നവയിൽ 3 എണ്ണത്തിന്റെ പേരെഴുതാൻ നമ്മളോട് പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു തടാകം ഉണ്ട്, ആ തടാകത്തിലൂടെ നീന്തി കളിക്കുന്ന താറാവുണ്ട് അല്ലേ? പിന്നെയോ ഒരു ഇതെന്താണ്? ചെടിയാണ്. ചെടിയിൽ പൂവില്ലേ? പൂവുണ്ടല്ലോ. പക്ഷിയുണ്ട്, അപ്പൊ പറവയാണ്, പാറി കളിക്കുന്നുണ്ട്. മേഘങ്ങൾ കാണുന്നുണ്ട്, വെള്ളമുണ്ട്. അടിപൊളിയായിട്ട് മനോഹരമായിട്ട് ചിത്രത്തിന് നിറം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും. അപ്പൊ എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് നിറം കൊടുക്കണം. മിസ്സിന് നിറം കൊടുക്കാനൊന്നും അറിയില്ല, നിങ്ങൾ സൂപ്പർ അല്ലേ? നിങ്ങളെ പോലെ മിസ്സിന് നിറം കൊടുക്കാൻ അറിയാത്തതുകൊണ്ട് മിസ് കളർ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് കളർ ചെയ്യണം. പിന്നെ ഇതിൽ കാണുന്ന 3 എണ്ണത്തിന്റെ പേരെഴുതണം. എന്തൊക്കെയാണ് 3 എണ്ണം? ഒന്ന് നോക്കി പറഞ്ഞേ. ഇവിടെ ഒരു പറവ ഉണ്ടല്ലേ? പറവ പറക്കുന്നതല്ലേ? പറവ. പിന്നെയോ ഇവിടെ ഒരു ചെടിയില്ലേ? ഇതൊരു ചെടിയാണല്ലേ? ചെടിയല്ലേ? ഇത് ചെടിയാണ്. പിന്നെ എന്താണ്? ഇതൊരു പൂവല്ലേ? പൂവ്. മനോഹരമായ പൂവാണ് അല്ലേ? അപ്പൊ 3 എണ്ണത്തിന്റെ പേരിന് പറഞ്ഞാലേ ഇത് മാത്രം എഴുതിയാൽ മതി. ഇനി മേഘം എന്നൊക്കെ എഴുതാൻ അറിയെങ്കില് മേഘം എന്നെഴുതാം. ഇത് മേഘമല്ലേ? അത് നിറയെ വെള്ളം ഉണ്ടല്ലേ? തടാകമാണ്. തടാകം. തടാകം. പിന്നെയോ ഇത് താറാവാണ് കേട്ടോ. താറാവ് അല്ലേ? അപ്പൊ 3 എണ്ണത്തിന്റെ പേര് മാത്രം എഴുതാൻ പറഞ്ഞാല് 3 എണ്ണം എഴുതിയാൽ മതി. ഇഷ്ടമുള്ള നിങ്ങൾ കാണുന്നതിന്റെ എല്ലാം പേര് എഴുതാൻ പറഞ്ഞാല് ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഇവിടെ എന്താ ഉള്ളത്? ഒരു മലയുണ്ട് അല്ലേ? ഒരു കുഞ്ഞു മലയാണോ ഇത്? മലയാണോ? ഇവിടെ ഒരു മലയും നിങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ 3 എണ്ണത്തിന്റെ പേര് എഴുതാൻ പറഞ്ഞാൽ ചെടി, പൂവ്, പറവ, ഇത്രയും നിങ്ങൾ എഴുതിയാൽ മതി. ഇനി വേറൊരു ചോദ്യം, ചേരുംപടി ചേർക്കുക. മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. മാച്ച് ദ ഫോളോയിങ്. അതെങ്ങനെയാ മാച്ച് ദ ഫോളോയിങ്? ഇവിടെ പൂവ് എന്ന് കാണുന്നുണ്ട്, പറവ, മഴ, താറാവ് അല്ലേ? അപ്പൊ പൂവ് എന്നുള്ളതില് ഏതാ മാച്ച് ആവുക? പൂവ് നീന്തി വരുമോ? അപ്പൊ ഇത് മാച്ച് ആവില്ല. പൂവ് വന്നു എന്ന് പറയോ? ഇല്ല അല്ലേ? പൂവ് പാറി എന്ന് പറയോ? പൂവ് പാറുവോ? പൂവ് ചിരിച്ചു എന്ന് പറയൂലേ? ചിരിച്ചു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ പൂവിന്റെ നേരെ നമുക്ക് ചിരിച്ചു എന്ന് വരയാം, മാച്ച് ചെയ്യാം. പിന്നെ പറവയാണ്. പറവ എല്ലാവർക്കും അറിയാം, പാറുകയാണ്. പറവ പാറി. മഴയോ? നോക്കിയേ, മഴ വന്നു. അപ്പൊ മഴ വന്നു. താറാവോ? നീന്ത് അല്ലേ? താറാവ് ചെയ്യാ. അപ്പൊ താറാവ് നീന്തി. ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. എല്ലാവരും അടിപൊളിയായിട്ട് പരീക്ഷ എഴുതണം. ശ്രുതി ടീച്ചർ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.